പ്രത്യേക സിവിൽ കോഡിനെതിരായി ആർട്ടിക്കിൾ 44 നിർമ്മാർജ്ജനം ചെയ്യണം, എടുത്തു കളയണമെന്ന ഭീമഹർജി ഇന്ത്യൻ പ്രസിഡന്റിനടുത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമർപ്പിച്ചത് 3 മാസങ്ങൾക്ക് മുമ്പ്. ഇനിയുമുള്ള കാര്യങ്ങളിലും രാജ്യസഭയിലാകട്ടെ, ലോക്സഭയിലാകട്ടെ, സംസ്ഥാന പാർലമെന്റിലാകട്ടെ, പൊതുവേദികളിലാകട്ടെ, ഞങ്ങൾ ഇക്കാര്യം പറയാൻ മടിക്കില്ല. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഏത് അക്രമം ഉണ്ടായപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ പാർലമെന്റിൽ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇടപെടാത്തതായിട്ട് ഒരു പ്രശ്നവും ഇന്ത്യൻ പാർലമെന്റിൽ ബാക്കിയില്ല. വരട്ടെ, വിന്റർ സെഷൻ വരാൻ വേണ്ടി പോവുകയാണ്. വിന്റർ സെഷൻ വരുന്ന സമയത്തും ഈ കാര്യങ്ങൾ നിങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ തീർച്ചയായും ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങൾക്ക് ആരോടും വാശിയൊന്നുമില്ല. പക്ഷെ മുസ്ലിം ലീഗ് ഒരു തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. മുസ്ലിം ലീഗ് ആരെയും പേടിപ്പിക്കാറില്ല, ആർക്കും മുസ്ലിം ലീഗിനെ പേടിപ്പിക്കാനും കഴിയില്ല എന്നാണ് പരമാർത്ഥം. ധിക്കാരിയായ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി ശക്തമായി അവരുടെ നയങ്ങളെക്കുറിച്ച് എതിർക്കേണ്ടത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ആ സമീപനം എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങൾ എടുത്തു പോകുന്ന സമീപനവും അത് തന്നെയായിരുന്നു. ഇവിടെ നല്ല കരുതലോടുകൂടി തന്നെയാണ് എപ്പോഴും മുസ്ലിം ലീഗ് പോയിട്ടുള്ളത്. എത്രയോ കാലമായി ഇവിടെ ലീഗുണ്ട്. ലീഗിനൊക്കെ ഉണ്ട്, ആർക്കും ഒരു ഉപദ്രവം ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഈ കേരളം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും നല്ല സംസ്ഥാനമാണ്. കാലാവസ്ഥയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒന്നുമല്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കും ഇവിടുത്തെ SC STക്കും ദലിത് വിഭാഗത്തിനും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെക്കാൾ വ്യത്യസ്തമായി പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല നാടാണ് ഈ കൊച്ചു കേരളം. ഇവിടെ ഒരു പേടി ആർക്കില്ല. വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് ഇത്രയും സുഖമായി എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ഈ നാടിനെ പോലെ പേടിയില്ലാത്തൊരു നാടില്ല. പക്ഷേ ഇവിടെ ചിലർക്കൊരു അജണ്ടയുണ്ട്. BJP ഏതായാലും ഡൽഹിയിൽ വന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു അനന്തരഫലമായി ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പേടിപ്പിച്ച് നിർത്താം എന്ന് ചിലർക്കൊരു കണക്ക് കൂട്ടലുണ്ട്. അത് നടക്കില്ല എന്നവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറുതെ അങ്ങ് കുറ്റം പറയുക. UAPയെ കേരളത്തിൽ പ്രയോഗിക്കുന്നു. ഞങ്ങൾ ചോദിക്കട്ടെ, UAPയെ എതിർത്ത CPMകാർ ഭരിക്കുന്ന കേരളത്തിൽ എന്തിനാണ് നിങ്ങൾ UAPയെ ചുമത്തുന്നത്? CPMൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ട് UAPയെ ചുമത്തിയപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഞങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ഈ കാടൻ നിയമങ്ങൾ എത്രയോ നിരപരാധികളെ ജയിലിലടച്ചിട്ടുണ്ട്. അവരുടെ യുവത്വം തകർന്നു, അവരുടെ മറ്റെല്ലാ ഭാവിയും തകർന്നു. അങ്ങനെയുള്ള കുറേ കുട്ടികളെ പിടിച്ച് കൊണ്ടുപോയി അവരെ കാരാഗ്രഹത്തിൽ അടച്ച് ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ കേരളത്തിലും ചില ആളുകൾക്കൊരു അജണ്ടയുണ്ട്. എന്താണ്? ഇവിടെ വലിയ കുഴപ്പമുള്ള നാടാണ്. ഇവിടെ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന നാടാണ്. ഇവിടെ ലവ് ജിഹാദിൻ്റെ നാടാണ്. ഇവിടുത്തെ ചില മുസ്ലിം സ്ഥാപനങ്ങൾ വർഗീയത പ്രചരിപ്പിക്കുന്നവരാണ്. ഇതുപോലുള്ള ചില സംഗതികളുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പങ്കുണ്ട്. ഇതെല്ലാം ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഇല്ല. നല്ല നിലയിൽ നടക്കുന്ന ഒരു രാജ്യം. ഈ രാജ്യത്ത് ഇവർക്കൊക്കെ അജണ്ട ഉണ്ടാകാം. ആ അജണ്ടയിൽ അവർ തോറ്റൊന്നും ഞാൻ പറയുന്നില്ല. അനാഥശാലകളുടെ പ്രശ്നം വന്നല്ലോ. അനാഥശാലകളുടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ കുറേ പത്രങ്ങളിൽ വാർത്ത വന്നു. കുറേ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുണ്ടാക്കി. കുട്ടിക്കടത്താണ്, മനുഷ്യക്കടത്ത്. കേരളത്തിലേക്ക് ബീഹാറിൽ നിന്ന് UP നിന്നും കുട്ടികളെ കടത്തിക്കൊണ്ടുവരുന്നു. അതിന് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലൊരു വകുപ്പുണ്ട്. എന്താണ്? കണ്ണ് കുത്തി പൊട്ടിച്ച് തണ്ടാനാക്കുക, ലൈംഗിക ജോലിക്ക് ഉപയോഗിക്കുക എന്നിത്യാദി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുവെന്ന് പരാതി പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കി. അവസാനം എന്തുണ്ടായി?
ഒറ്റ എത്തിങ്ങാനും കുട്ടികളെ കൊണ്ടുവരുന്നില്ല. ഇപ്പം പേടിച്ചു. ഈ കുട്ടികൾ എന്തായി നീ പറഞ്ഞു നോക്കിയോ? അവിടെ പോയിട്ട് പണ്ട് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ അവിടെ കുട്ടികൾ വന്ന് പഠിച്ചിട്ട് അവർ നല്ല നിലയായിട്ട് പോയവരാണ്. ഈ കുട്ടികൾ ഇങ്ങോട്ട് വരാതായിട്ട് അവരെങ്ങനെയാണ് ഇപ്പം യു പി കഴിയുന്നത്, എങ്ങനെയാണ് ബീഹാറിൽ കഴിയുന്നത് എന്നിവരാരും നോക്കാൻ പിന്നെ പോയിട്ടില്ല. പക്ഷെ അവരുടെ ഉദ്ദേശം കഴിഞ്ഞു, അവരത് നിർത്തിപ്പോയി. ഇതുപോലെ ചില കള്ളക്കഥകൾ ഈ നല്ല കേരളത്തിൽ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളവരോട് പറയട്ടെ, ദയവായി ഈ അപരാധം ചെയ്യരുത്. ഇവിടെ ഈ തീവ്രവാദപരമായ ചില സമീപനങ്ങളുണ്ടായതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഞങ്ങളത് എതിർത്ത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് തീവ്രവാദപരമായൊരു നിലപാടുണ്ടായപ്പോൾ ശക്തമായി എതിർക്കാൻ കാരണം? ഇവിടുത്തെ ഹിന്ദുക്കളും മറ്റേത് സമുദായത്തിൽപ്പെട്ടവരും നമ്മുടെ ആരുടെയും ശത്രുക്കളല്ല, അവർ നല്ലവരാണ്. ആ രാജ്യത്ത് ഇല്ലാത്ത വിദ്വേഷം ഉണ്ടാക്കുന്നത് അപരാധമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, അതൊരു ധർമ്മസമരമായിരുന്നു. അത്തരം അപകടങ്ങൾ കേരളത്തിൽ വരാതിരുന്നതും ആത്യന്ത വർഗീയവാദികൾക്ക് ഈ മണ്ണ് ചവിട്ടിക്കുഴച്ച മണ്ണാക്കി പാകപ്പെടുത്തി കൊടുക്കാതിരുന്നതും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ സാന്നിധ്യം കൊണ്ട് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് വിനീതമായി ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. തീർച്ചയായും യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ ചെയ്ത നന്മകൾ ഇവിടെ ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം കൂടി പറയുകയാണ്. ഇവിടെ നമ്മൾ നേതാക്കളെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ, ദലിത്തുകളുടെ യോജിപ്പിന് അനിവാര്യതയുണ്ട്. ആ അനിവാര്യത പ്രാണവായു പോലെ ഈ നാടിന് ആവശ്യമാണ്. ആ യോജിപ്പിൻ്റെ സന്ദേശം, ആ സന്ദേശം കൂടി സമർപ്പിക്കുന്നതാണ് ഈ സമ്മേളനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സമ്മേളനങ്ങളുടെ സ്വരങ്ങൾ അത്രയും അതിനുവേണ്ടി തീർച്ചയായും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. തീർച്ചയായും ഇത്രയും പ്രതീകാത്മകമായി, അഭിമാനാർഹമായി ഈ സമ്മേളനം സംവിധാനം ചെയ്ത യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 86-ലെ ശരീഅത്ത് വിവാദ കാലത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ നാവായിരുന്ന ഒരാൾ ഈ വേദിയിലുണ്ട്. സമാനമായ ഒരു കാലം തിരിച്ചു വരുമ്പോൾ ഏകീകൃത സിവിൽ കോഡും ബഹുസ്വരതയും എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ ബഹുമാന്യനായ അബ്ദുസ്സമദ് സമദാനി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ നബിയ്യിനാ വ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഐതിഹാസികമായ ചരിത്രം തീർത്ത് ഇന്നത്തെ രാത്രിക്ക് ഹർഷോല്ലാസം പ്രദാനം ചെയ്ത യൂത്ത് ലീഗിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ്, പ്രിയ സ്നേഹിതൻ, അധ്യക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സാദിഖ് അലി, हमारे मेहमान ख़ास एडवोकेट ज़फ़रयाब जिलानी साहब, our esteemed guest of the evening, my dear brother Mr. Danda Prakash, ആദരണീയനായ ബഷീർ സാഹിബ്, ബഹുമാനപ്പെട്ട മജീദ് സാഹിബ്, പ്രിയപ്പെട്ട മുനീർ സാഹിബ്, പ്രിയ സ്നേഹിതൻ, യൂത്ത് ലീഗിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ നേട്ടത്തിലെ മറ്റൊരു ശില്പി പ്രിയപ്പെട്ട സുബൈർ, ഞാൻ വേദിയിലുള്ള നേതാക്കന്മാരെ ഓരോരുത്തരെ പേര് പറഞ്ഞ് വളരെ പരിമിതമായ സമയം, ഇനിയും വളരെ മികവുറ്റ വാക്കുകൾക്കായി നിങ്ങൾ കാത്തു നിൽക്കുന്ന ഈ വേദിയിലെ സമയം ഒട്ടും ഉപയോഗിക്കുന്നില്ല. ചരിത്രത്തിലേക്ക് പുതിയ താളുകൾ എഴുതി ചേർക്കുന്നവരാണ് ചരിത്രം നിർമ്മിക്കുന്നവർ.
ചരിത്രം എഴുതി വെക്കുന്നവരുണ്ട്, ചരിത്രം നിർമ്മിക്കുന്നവരുണ്ട്. യൂത്ത് ലീഗിൻ്റെ ചരിത്രത്തിൽ വ്യത്യസ്ത ദശകളിൽ പ്രവർത്തിച്ചവരാണ് ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട നേതാക്കൾ. ഞാനും യൂത്ത് ലീഗിൻ്റെ ഒരു കാലഘട്ടത്തിൽ അതിലെ പ്രവർത്തകനായി അതിൻ്റെ സംസ്ഥാന സമിതിയിലടക്കം പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള എത്രയോ പേരിൽപ്പെട്ട ഒരാളാണ്. ഇവിടെ ഇതാ ഇപ്പോൾ സാദിഖ് അലിയും സുബൈറും സഹപ്രവർത്തകരും അവർ ചരിത്രം എഴുതുകയല്ല, അവരുടെ മുൻഗാമികളോടൊപ്പം ചരിത്രം നിർമ്മിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അത്യന്തം കലുഷമായ ഒരു കാലഘട്ടത്തിൽ അവർ യുവതക്ക് കർമ്മധീരമായ നേതൃത്വം നൽകി. ആ നേതൃത്വത്തിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിലെ നാഴികക്കല്ലായി ഇന്നത്തെ രാത്രിയിലെ ഈ സമ്മേളനം കലാശിക്കാൻ പോവുകയാണ്. നക്ഷത്രങ്ങൾ കാതോർത്ത് നിൽക്കുന്ന രാവാണിത്. അലമാലകളുടെ ആവേശത്തിൽ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ട സമൂഹത്തിൻ്റെ സ്മൃതിപഥങ്ങളിൽ സ്വന്തമായ ഇടം എഴുതി ചേർത്ത അറബിക്കടലിൻ്റെ തീരത്തെ അലമാലകൾ പുതിയ രാഗമാലകൾ പാടുന്ന രാത്രിയാണിത്. ഞാൻ ഈ രാത്രി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ നേതൃത്വത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഏകീകൃത സിവിൽ നിയമവും ബഹുസ്വരതയും എന്ന വിഷയമാണ് സംഘാടകരായ സുഹൃത്തുക്കൾ എന്നോട് ഇവിടെ അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിഷയാവതരണമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ആ വിഷയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ഒരു പ്രദക്ഷിണം പ്രബുദ്ധമായ യൂത്ത് ലീഗിൻ്റെ ഈ സംസ്ഥാന സമ്മേളന വേദിയിൽ നിർവഹിക്കുവാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. മഹത്തായ രാജ്യമാണ് ഇന്ത്യ. 32,87,263 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള രാജ്യം. 125 കോടിയിലോളം വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യം. അമ്പരപ്പിക്കുന്ന അന്തരങ്ങളാൽ ശ്രദ്ധേയമാണ് ഇന്ത്യ. ഭാഷയിൽ ഒന്നല്ല, മതത്തിൽ ഒന്നല്ല. ഇവിടെ ഇരുന്ന് നമ്മൾ ഈ കടപ്പുറത്തും വിയർക്കുമ്പോൾ ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ഇപ്പോൾ തണുത്ത് വിറക്കുകയാണ്, തലസ്ഥാനമടക്കം. കാലാവസ്ഥയിൽ വിഭിന്നം, മതത്തിൽ വിഭിന്നം, സംസ്കാരത്തിൽ വിഭിന്നം, ജീവിത രീതിയിൽ വിഭിന്നം. അങ്ങനെയുള്ള ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏകീകൃത സിവിൽ നിയമം പോലുള്ള കൃത്രിമമായ ഏർപ്പാടുകളല്ല വേണ്ടത്. സാ കൊണ്ട് തുടങ്ങുന്ന ചില മലയാള ശബ്ദങ്ങളുടെ ആശയങ്ങളാണ് ആവശ്യം. സമാധാനപരമായ സഹവർത്തിത്വം, സ്നേഹം, സൗഹൃദം, സന്മനോഭാവം, സുഹൃൽ മനസ്കത, സഹിഷ്ണുത. ഇന്ത്യയുടെ ദേശീയത പ്രത്യേക മതത്തെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല, ഒരു പ്രത്യേക സംസ്കാരത്തെയും ആശ്രയിച്ച് നിൽക്കുന്നതല്ല. വ്യത്യസ്ത സ്വത്വങ്ങളുടെ വ്യതിരിക്തതയാണ് ഇന്ത്യയുടെ ബഹുസ്വരത. ഡിഫറൻ്റ് ഐഡന്റിറ്റീസ് ഓഫ് വേരിയസ് കമ്മ്യൂണിറ്റീസ്, വേരിയസ് കൾച്ചേഴ്സ്, വേരിയസ് സിവിലൈസേഷൻസ്. ആ ബഹുസ്വരത ലോകം മുഴുവൻ ആദരിക്കുന്ന കാലത്താണ് ബഹുസ്വരതയെ തകർക്കുന്ന ഏകീകൃത സിവിൽ നിയമത്തിന്റെ ഒച്ചപ്പാടുകൾ ഇന്ത്യയിൽ നടക്കുന്നത് എന്നത് എന്തൊരു നിർഭാഗ്യമാണ്. കനേഡിയൻ സർക്കാർ അടുത്ത കാലത്താണ് പ്രത്യേക ഭാഷയും സംസ്കാരവുമുള്ള ക്യൂബക്കുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ശ്രീലങ്കൻ മുസ്ലിങ്ങൾ ശ്രീലങ്കയുടെ ദേശീയതയിൽ ഉദ്ഗ്രഥിക്കപ്പെട്ട സമുദായമാണ്. അതുകൊണ്ട് ഈ ഏകീകൃത സിവിൽ നിയമം ഒരു മുസ്ലിം പ്രശ്നമല്ല. അതിനെ ഒരു മുസ്ലിം പ്രശ്നമാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അത് ഇന്ത്യയുടെ ദേശീയ പ്രശ്നമാണ്. ഇറ്റ് ഈസ് എ നാഷണൽ ഇഷ്യൂ. ഇന്ത്യയുടെ ദേശീയതയ്ക്കെതിരാണത്, ഇന്ത്യയുടെ ഐക്യത്തിനെതിരാണത്, ഇന്ത്യയുടെ സമുദായ സൗഹൃദത്തിനെതിരാണത്. അത് മുസ്ലിങ്ങളുടെ മാത്രം ഇഷ്യൂ ആക്കാൻ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രവർത്തനം തലകീഴായി പിടിക്കുന്ന പ്രവർത്തനമാണ്. ഏക സിവിൽ കോഡിലേക്ക് അങ്ങ് പോവാന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് പറയാം, അവർക്ക് പോലും എളുപ്പമല്ല. അതുകൊണ്ട് ഇവിടെ ഏക സിവിൽ കോഡ് വരുമെന്ന് നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണം, ശബ്ദിക്കണം. പക്ഷേ
അത് വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. അഥവാ ആരെങ്കിലും കൊണ്ടുവരാൻ വിചാരിച്ചാൽ ഖായിദെ മില്ലത്ത് തുടക്കം കുറിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുവോളം ആ ചന്ദ്രതാരം ഏകീകൃത സിവിൽ നിയമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ പച്ച പതാക പത്തര മാറ്റുള്ള പവൻ കണക്കെ ശോഭയോടെ ഈ രാജ്യത്ത് പാറിപ്പറക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ, ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാൻ നിങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഒരു 372G ഉണ്ട്. നാഗാലാൻഡിനും സിക്കിമിനും പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പറയുന്നു, നാഗന്മാർക്ക് മത സാമുദായിക ആചാരങ്ങൾ, നടപടികൾ ഉൾപ്പെടെ സിവിൽ ക്രിമിനൽ ന്യായങ്ങളെ സംബന്ധിച്ച ഭരണപരമായ നടപടികളെയോ ഭൂമിയുടെ ഉടമസ്ഥത, അതിൻ്റെ കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളെയോ ഒരു പാർലമെന്റ് ആക്ട് കൊണ്ടും നാഗന്മാരുടെ നിയമത്തെ തൊടാൻ കഴിയില്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ 372G പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ യു. യു കനോട്ട് ഡു ദാറ്റ്. അഥവാ നിങ്ങൾ അതിന് തുനിഞ്ഞാൽ അംബേദ്കർ പറഞ്ഞതാണ് സംഭവിക്കുക. ഭരണഘടനാ ശില്പി അംബേദ്കർ പറഞ്ഞു, ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാൻ വല്ല സർക്കാരും ശ്രമിച്ചാൽ അതൊരു ഭ്രാന്തൻ സർക്കാരായിരിക്കുമെന്ന് ഈ ഭരണഘടന എഴുതി അതിന്റെ ശില്പി ബാബാ സാഹബ് അംബേദ്കർ അന്ന് തന്നെ പ്രഖ്യാപിച്ചു. ഭാരതീയ മുസ്ലിം മഹിളാ ആന്തോലൻ നൽകിയ ഒരു പൊതുതാൽപര്യ ഹർജിയാണ് മുത്തലാഖിന്റെ കാര്യത്തിൽ ഇപ്പോൾ എടുത്തുന്നയിക്കുന്നത്. പിന്നെ ഷായിറ ബാനു എന്ന ഒരു സ്ത്രീ നൽകിയ ഒരു സ്വകാര്യ ഹർജിയും. പക്ഷേ ലോകമറിയണം, ഈ 2 ഹർജി കൊടുത്തവരും പറയുന്നത് ഞങ്ങൾ മുത്തലാഖിന്റെ കാര്യത്തിലാണ് ഹർജി, ഞങ്ങൾ ഏക സിവിൽ കോഡിന് എതിരാണ് എന്നാണ് സുപ്രീം കോടതിയിൽ ഈ 2 ഹർജിയിലും പറഞ്ഞിട്ടുള്ളത്. അതെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി കണ്ണീർ തൂകുന്ന കേന്ദ്ര സർക്കാർ ഗുജറാത്തിലെ പെണ്ണുങ്ങളുടെ കണ്ണീരും കൂടി ഓർക്കണ്ടേ? മുംബൈയിലെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീർ, ഗുജറാത്തിലെ സഹോദരിമാരുടെ കണ്ണീർ. കോടതിയും ഇതിൽ അമിതാവേശം കാട്ടുകയാണ്. നിയമനിർമ്മാണം ഏറ്റെടുക്കാനോ നിർദ്ദേശിക്കാനോ കോടതികൾക്ക് അവകാശമില്ല എന്നുള്ളത് ഇന്ത്യയുടെ നേരത്തെയുള്ള നിയമമാണ്. ഇന്ത്യയുടെ പാർലമെന്റിനോട് നിയമമുണ്ടാക്കണമെന്ന് പറയാനോ നിർദ്ദേശിക്കാനോ കോടതികൾക്ക് അവകാശമില്ലെന്ന് ജസ്റ്റിസ് KS ഹെഗ്ഡെ നരേന്ദർ ചന്ദ് എതിരെ ഹിമാചൽ പ്രദേശ് കേസ് 1971 വിധിയിൽ പ്രസ്താവിക്കുകയുണ്ടായി. അവർ പറയാണ്, ജസ്റ്റിസ് K രാമസ്വാമി പറയാണ്, എല്ലാ നിയമങ്ങളും എല്ലാ ജനങ്ങളിലും ഒരുപോലെ നടപ്പാക്കണമെന്ന ശാഠ്യം ശരിയല്ല. വ്യത്യസ്ത മതസമൂഹങ്ങളുള്ള ഒരു രാജ്യത്ത് അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ ഉദ്ഗ്രഥനത്തിനും ഐക്യത്തിനും എതിർഫലമാണ് സൃഷ്ടിക്കുക. ജസ്റ്റിസ് K രാമസ്വാമി. പന്നൻലാൽ ബൻസിലാൽ എതിർ ആന്ധ്രാപ്രദേശ് കേസ് 1996. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 37-ാം വകുപ്പിൽ പറയുന്നു മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച്. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരണമെന്ന ശുപാർശയുള്ളത്. ഈ ഭാഗത്തെ വകുപ്പുകൾ നടപ്പാക്കാനുള്ളതല്ല. അവിടെ പരാമർശമായ തത്വങ്ങൾ രാജ്യഭരണത്തിന് മൗലികമായിട്ടുള്ളതുമല്ല. നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്റ്റേറ്റ് ഈ തത്വം പാലിക്കാൻ ബാധ്യസ്ഥമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഏകീകൃത സിവിൽ നിയമം മതനിരപേക്ഷതയ്ക്കെതിരാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്, ഇന്ത്യയുടെ പരമ്പരാഗതമായ വിശാല വീക്ഷണത്തിനെതിരാണ്. ഇപ്പൊ തന്നെ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകൃതമാണ്. ആകെ കൂടി വളരെ ചെറിയ വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ വ്യക്തിപരമായ മതം, വിശ്വാസം, ആചാരങ്ങൾ, അതിൽ മാത്രമാണ് സിവിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നത്. ഞാനിതിൻ്റെ ഒരു ചെറിയ ചരിത്രം ഒറ്റ മിനിറ്റിൽ പറഞ്ഞു പോകണം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം പരാമർശിക്കപ്പെടുന്ന 1928 നെഹ്റു റിപ്പോർട്ടിലാണ്. മോത്തിലാൽ നെഹ്റു അതിനെക്കുറിച്ച് പറഞ്ഞത് സ്വയംഭരണ പദവി ലഭിക്കാനിടയുള്ള സ്വതന്ത്ര ഇന്ത്യക്കായി തയ്യാറാക്കിയ ഭരണഘടന എന്നാണ്. 1931 വ്യക്തി നിയമങ്ങൾ ഭരണഘടനയുടെ പ്രത്യേക വകുപ്പ് പ്രകാരം സംരക്ഷിക്കുമെന്ന്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി പ്രഖ്യാപിക്കുന്നു. 931 938 ഏപ്രിൽ 6 സ്വാതന്ത്ര്യത്തിന് മുമ്പ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ഒരു സമുദായത്തിന്റെയും വ്യക്തി നിയമങ്ങളിൽ ഒരു വിധേനയും ഇടപെടാൻ കോൺഗ്രസിന് ഉദ്ദേശമില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 938 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നെഹ്റു റിപ്പോർട്ടിലെ ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ചുള്ള പരാമർശം ചർച്ച ചെയ്ത് തള്ളുന്നു. 947 ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, മൗലാന ഹസ്രത്ത് മൊഹാനി സയ്യിദ് കമാലുദ്ദീൻ അവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിശക്തമായി ഏകീകൃത സിവിൽ നിയമത്തിനെതിരെ വാദിക്കുന്നു. അവരൊരു ഭേദഗതി കൊണ്ടുവരുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ നിന്ന് ഇതിനെ ഒഴിവാക്കാൻ ഓരോ പൗരനും അവരവരുടെ വ്യക്തി നിയമങ്ങൾ പാലിക്കാൻ അവകാശമുണ്ടായിരിക്കുമെന്ന ഭേദഗതി ഇസ്മായിൽ സാഹിബും കൂട്ടരും കൊണ്ടുവന്നു. പക്ഷേ അത് ഭരണഘടനാ സമിതി തള്ളി. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായ അംബേദ്കർ പറഞ്ഞു, പൊതു സിവിൽ നിയമത്തിന് വേണ്ടി ശ്രമിക്കുമെന്നല്ലാതെ അത് ആവിഷ്കരിക്കപ്പെട്ടാൽ എല്ലാ പൗരന്മാരുടെയും മേൽ പൗരന്മാർ എന്നതുകൊണ്ട് മാത്രം അത് അടിച്ചേൽപ്പിക്കുമെന്നതിന് അർത്ഥമില്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സ് വാള്യം 7 പേജ് 540 552 ഇടയിൽ അംബേദ്കറുടെ ഈ പ്രസ്താവന വായിക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ 1.5 പതിറ്റാണ്ട് കേന്ദ്ര സർക്കാർ ഒരു വ്യക്തി നിയമത്തിലും ഇടപെട്ടില്ല. പിന്നീട് മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്ന വാദമുയർന്നപ്പോൾ മഹാനായ ജവഹർലാൽ നെഹ്റു അതിനെ തള്ളിക്കളഞ്ഞു. 1963 ആഗസ്റ്റ് 29 കേന്ദ്ര നിയമമന്ത്രി AK സെന്നും 1966 മെയ് 17 കേന്ദ്ര നിയമമന്ത്രി BS പതക്കും പ്രഖ്യാപിച്ചു. വ്യക്തി നിയമം മതവുമായി ബന്ധപ്പെട്ടതിനാൽ തദ്വിഷയകമായി തങ്ങളുടെ വീക്ഷണം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയില്ല എന്നവർ പ്രഖ്യാപിച്ചു. ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ഗുരുജി എന്ന് ആദരപൂർവ്വം വിളിക്കപ്പെടുന്ന, അവരങ്ങനെ വിശേഷിപ്പിക്കുന്ന ഗോൾവാൾക്കറുടെ ഒരു പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ടാണ്. 1972 ആഗസ്റ്റ് 20 ഡൽഹിയിൽ ദീൻ ദയാൽ ഉപാധ്യായ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗുരുജി ഗോൾവാൾക്കർ പ്രഖ്യാപിച്ചു, നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ സംസ്കാരം, അതിനാൽ ഏകീകൃത സിവിൽ നിയമം ആവശ്യമില്ല. ഹിന്ദുക്കളും അഹിന്ദുക്കളുമായ സർവ്വ പൗരന്മാർക്കുമിടയിൽ തീവ്ര ദേശാഭിമാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യം പകരുകയും സ്വന്തം മതാനുസൃതമായി തന്നെ മാതൃഭൂമിയോട് സ്നേഹമുണ്ടാവുകയുമാണ് പരമപ്രധാനമായ കാര്യം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ ഉത്തരം നൽകി. അദ്ദേഹത്തോട് ചോദിച്ചു, ഗോൾവാൾക്കറിന്റെ പ്രസ്താവന ഞാനിവിടെ പൂർണ്ണമായി ഉദ്ധരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് 4 ഭാര്യമാരെ വെച്ച് പുലർത്താൻ അവസരം ലഭിക്കുന്നതിനാൽ ആനുപാതികമായി അവരുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ചിലർ ഏകീകൃത സിവിൽ നിയമം അഭികാമ്യമായി കരുതുന്നത്. ഇത് പ്രശ്നത്തിന്റെ നേർക്കുള്ള നിഷേധാത്മകമായ സമീപനമായിരിക്കുമെന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ മൈത്രി ബന്ധം നിലനിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിപത്ത്. സെക്യുലറിസ്റ്റുകൾ പോലും അവരെ അന്യരായിട്ടാണ് കാണുന്നത്. മുസ്ലിങ്ങളുടെ വ്യതിരിക്തത ഹനിച്ചു കളഞ്ഞ് അവരെ സമനിരപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മറ്റൊരു വിഭാഗം. അടിസ്ഥാനപരമായി 2 വീക്ഷണവും ഒന്ന് തന്നെയാണ്. തികച്ചും വ്യത്യസ്തമാണ് എൻ്റെ സമീപനം. ഗോൾവാൾക്കർ പറയുകയാണ്, മുസ്ലിങ്ങൾ ഈ രാജ്യത്തെയും ഇവിടുത്തെ സംസ്കാരത്തെയും സ്നേഹിക്കുന്ന കാലത്തോളം നാം അവരുടെ ജീവിത രീതി സ്വാഗതം ചെയ്യും. ഐക്യത്തിനും ഉത്ഗ്രഥനത്തിനും ആവശ്യം ഏകതയും ഏകീകരണവുമല്ല, സഹകരണവും യോജിപ്പുമാണ്. നാനാത്വത്തിൽ ഏകത്വം സാധ്യമാണെന്നാണ് നമ്മുടെ അനുഭവം. കൃത്രിമമായി എല്ലാവരെയും ഒരേ തലത്തിൽ കൊണ്ടുവരുന്നത് ശരിയായിരിക്കുകയില്ല. തങ്ങളുടെ പുരാതന നിയമങ്ങളിൽ നിന്ന് മോചിതരാകാനുള്ള സന്ദർഭം മുസ്ലിങ്ങൾക്ക് നാം നൽകണം. ബഹുഭാര്യാത്വം അനുചിതമാണെന്ന നിഗമനത്തിൽ അവർ സ്വയം എത്തിച്ചേരുകയാണെങ്കിൽ ഞാനതിൽ ഏറ്റവും അധികം സന്തുഷ്ടനായിരിക്കും. പക്ഷെ അവരുടെ മേൽ എൻ്റെ ചിന്താഗതി അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയില്ല. ഏകീകൃത രൂപം രാഷ്ട്രങ്ങളുടെ മരണമണിയായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏകീകരണ രൂപം രാഷ്ട്രങ്ങളുടെ മരണമണിയായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രകൃതി ഏകീകൃത രൂപം ഇഷ്ടപ്പെടുകയില്ല. വ്യത്യസ്ത ജീവിത സമ്പ്രദായങ്ങൾക്ക് നിലനിൽപ്പ്
നിൽക്കണമെന്ന ആശയക്കാരനാണ് ഞാൻ. അദ്ദേഹവുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയ പത്രത്തോട് അദ്ദേഹം പറഞ്ഞു, പത്രക്കാരൻ ചോദിച്ചു, ദേശീയബോധം വളർത്താൻ ഏക സിവിൽ കോഡ് അനിവാര്യമാണെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് നിങ്ങളെയും മറ്റു പലരെയും അത്ഭുതപ്പെടുത്തിയേക്കും, പക്ഷേ ഇതാണ് എൻ്റെ അഭിപ്രായം. സത്യം കാണുമ്പോൾ ഞാനത് പറയും. ചോദ്യം, നമ്മുടെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ ഏകീകൃത സിവിൽ നിയമത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ഗോൾവാൾക്കറിൻ്റെ മറുപടി, അതൊക്കെ ശരി, ഏകീകൃത സിവിൽ നിയമത്തോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഭരണഘടനയിൽ ഉണ്ടെന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ഹിതകരമായി കൊള്ളണമെന്നില്ല. വിദേശീയങ്ങളായ ഭരണഘടനകളുടെ മിശ്രിതമാണ് പലതിലും നമ്മുടെ ഭരണഘടന. ഇന്ത്യൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലല്ല അതിൻ്റെ ഒരു കരട് രൂപം ഉണ്ടാക്കിയത്. ചോദ്യം, വ്യത്യസ്തമായ സ്വന്തം അസ്തിത്വം നിലനിർത്താനാണ് മുസ്ലിങ്ങൾ അതിനെ എതിർക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉത്തരം, സ്വന്തം സ്വത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വർഗവുമായോ മതവിഭാഗവുമായോ മറ്റോ ഒരു തർക്കവും എനിക്കില്ല. ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമത്തിന് വേണ്ടി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ഷാബാനു കേസിനെ തുടർന്ന് ബനാത്വാല സാഹിബ് ബിൽ അവതരിപ്പിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ബനാത്വാല സാഹിബിനോട് ആവശ്യപ്പെട്ടു, ബനാത്വാലാജി, താങ്കൾ താങ്കളുടെ പ്രൈവറ്റ് ബിൽ പിൻവലിക്കുക, പകരം ഗവൺമെന്റ് തന്നെ മുസ്ലിം വ്യക്തി നിയമത്തെയും ഇസ്ലാമിന്റെ ശരീഅത്തിനെയും സംരക്ഷിക്കുന്ന ഒരു നിയമം പാർലമെന്റിനെ കൊണ്ട് പാസാക്കിപ്പിക്കും എന്ന് സേട്ട് സാഹിബും ബനാത്വാല സാഹിബും നേതൃത്വം നൽകിയ മൗലാന അലീമിയാനെ പോലുള്ള വലിയൊരു പണ്ഡിതൻ നേതൃത്വം കൊടുത്ത ആ പ്രക്ഷോഭകാലത്ത് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുകയും രാജീവ് ഗാന്ധി ആ ഉറപ്പ് പാലിക്കുകയും ചെയ്തു. ഏകീകൃത സിവിൽ നിയമത്തിന് വേണ്ടി വാദിക്കുന്നവർ അറിയട്ടെ, ഇന്ത്യയുടെ പാർലമെന്റ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ സമ്മേളനം ചേർന്നത് അന്ന് ആ ബില്ല് പാസ്സാക്കാനാണ്. വൈകുന്നേരം രാവിലെ തുടങ്ങിയ സമ്മേളനം വൈകുന്നേരം പിരിഞ്ഞില്ല. പിറ്റേന്ന് പുലരുവോളം അത് നീണ്ടുപോയി. എല്ലാ സമുദായങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സ്വത്വത്വം മാനിക്കണം. അതാണ് ബഹുസ്വരത. ആ ബഹുസ്വരത നിലനിർത്താൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. ഏകീകൃത നയമതിനാലേ നരന് നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അവരൻ്റേത് പ്രിയപ്പെട്ടതായി തീരണം. അവരൻ്റെ സംസ്കാരം, അവരൻ്റെ മതം, അവരൻ്റെ ആദർശം, അവരൻ്റെ ആഹാരം, അവരൻ്റെ വേഷം, അവരൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കപ്പെടുക എന്നൊക്കെ മാർക്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ലോകത്തെ ആദർശവാദികളും ഒരുപോലെ അംഗീകരിച്ച ബഹുസ്വരത ലോകത്ത് നിലനിൽക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇന്ത്യ ആഗ്രഹിക്കുന്ന ആ ബഹുസ്വരതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ ഇന്ത്യയിലെ മതേതര ശക്തികൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ആ മതേതര ശക്തികളോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിലെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഈ ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊള്ളും. ഓരോ ജനതയുടെയും, മുസ്ലിങ്ങളുടെ മാത്രമല്ല, മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നിലകൊള്ളും. നമുക്ക് മതേതരത്വം ശക്തിപ്പെടുത്താൻ സാധിക്കട്ടെ. ഈ മഹത്തായ പ്രക്ഷോഭത്തിൽ നക്ഷത്രങ്ങൾ കൂടെ വരും. മാലാകമാർ ചിറകടിച്ച് അതിന് തണൽ വിരിക്കും. കാരണം ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. ഈ ശരീഅത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രകൃതിപരമായ മനുഷ്യന് ആശ്വാസവും മോചനവും അവന് സൗഖ്യവും നന്മയും നൽകുന്ന ജീവിത സിദ്ധാന്തമാണ്. അത് മറ്റു മതങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്നോ മറ്റു സമുദായങ്ങളുടെ അവകാശം കവരണമെന്നോ ഒരിക്കലും ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായം ആഗ്രഹിച്ചിട്ടില്ല. സ്വന്തം മതസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനുള്ള അവരുടെ ദൗത്യം, അവരുടെ ദൃഢനിശ്ചയം മതേതരത്വമാണ്, മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമാണ്. ആ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. കുച്ച് ബാത് ഹൈ കെ ഹസ്തി മിട്തി നഹി ഹമാരി, സൗ ബാർ കർ ചുക്കി ഹൈ ഇംതിഹാൻ ഹമാര. സാരേ ജഹാൻ സെ അച്ഛയുടെ ഭാഗമായിട്ടുള്ള ഈ വാക്കിൽ പറയുന്നു, കുച്ച് ബാത് ഹൈ കെ ഹസ്തി, എന്തോ ഒരു കാര്യമുണ്ട്. ഇന്ത്യ നിലനിൽക്കുകയാണ്, ഇന്ത്യ തകരുന്നില്ല. മറ്റു പലരും തകർന്നു. യൂനാനോ മിസ്ര റൂമ സബ് മിട്ട് ഗയേ ജഹാൻ സെ. യവന സംസ്കാരം തകർന്നു, ഈജിപ്ഷ്യൻ സംസ്കാരം തകർന്നു, ചൈനീസ് സംസ്കാരം തകർന്നു. കുച്ച് ബാത് ഹൈ കെ ഹസ്തി മിട്തി നഹി ഹമാരി. ഇന്ത്യ തകരുന്നില്ല.
ഇന്ത്യയുടെ അടയാളം ലോകത്തിന് ഇന്ന് മായുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? എത്രയെത്ര പരീക്ഷണങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ കാരണം പല സംസ്കാരങ്ങളെയും ഒന്നിച്ച് ചേർക്കുന്ന ഇന്ത്യയുടെ അത്യത്ഭുതകരമായ ബഹുസ്വരതയാണ്, കൂട്ടിഘടിപ്പിക്കുന്ന ബഹുസ്വരതയാണ്, ഇന്ത്യയുടെ പ്ലൂരലിസമാണ്, അതിന് ഇന്ത്യ ശക്തി ജനാധിപത്യമാണ്. ആ ബഹുസ്വരതയെ കാത്തു സൂക്ഷിക്കാൻ ജനാധിപത്യം കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദൗത്യത്തിന്റെ പിറകിൽ അണിചേർന്ന് നിൽക്കുന്ന യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികളെ ഈ രാത്രി വീണ്ടും വീണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ കാര്യദർശി ജനാബ് KPA മജീദ് സാഹിബ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേരള മാതൃക സംസാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് അധ്യക്ഷൻ ഷാദിഖ് അലി, വേദിയിലുള്ള എൻ്റെ ചങ്ങാതിമാരെ, ചെറുപ്പക്കാരുടെ നേതാക്കന്മാരെ, സ്നേഹജനങ്ങളെ, അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ വിജയകരമായിട്ടുള്ള മഹാസമ്മേളനം കേരളത്തിലെ ചെറുപ്പക്കാർ, യുവാക്കൾ മുസ്ലിം ലീഗിൻ്റെ കൂടെയല്ലെന്ന് പ്രചരണം നടത്തുന്നവരുടെ എല്ലാവരുടെയും ധാരണകൾ തെറ്റിച്ചുകൊണ്ടാണ് ഈ അറബിക്കടലിൻ്റെ ദൂരത്ത് ഇത്രയധികം ജനങ്ങൾ, ചെറുപ്പക്കാർ വന്നു ചേർന്നിട്ടുള്ളത് എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തന കാലാവധി പൂർത്തീകരിച്ച് പുതിയ ഒരു നേതൃത്വത്തിന് വേണ്ടിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാനും അതിന് നേതൃത്വം നൽകുവാനും എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും എല്ലാവിധത്തിലുമുള്ള സ്വാഗതം ഞാൻ ആദ്യമേ ഇവിടെ വെച്ച് പറഞ്ഞുകൊള്ളട്ടെ. മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾക്കിടയിൽ ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നേതൃത്വം നൽകി 4 വർഷക്കാലം വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്നവർ ഈ സമ്മേളനത്തെ അഭിസംബോധിച്ചിട്ടുള്ളത് എന്നെനിക്കറിയാം. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ ഊർജമെന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ്, നമ്മുടെ വിദ്യാർത്ഥി സമൂഹമാണ് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഇന്ത്യയിൽ ന്യൂനപക്ഷ സമൂഹം അത് വളരെ നല്ല രീതിയിൽ അതിനെ സംഘടിപ്പിച്ച് നാടിൻ്റെ രക്ഷയ്ക്കും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി, സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭംഗിയായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ധാരാളം ജാതികളും ഉപജാതികളും മതങ്ങളും ഭാഷകളും ഉള്ള ഒരു രാജ്യത്ത് ഈ വൈവിധ്യമെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പിന്തള്ളപ്പെട്ട് കിടക്കുന്നൊരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്നതിൻ്റെ ഉത്തരമാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രത്യേകമായി സംഘടിക്കുന്നത് അപകടകരമാണെന്നും അത് വിഭാഗീയതയാണെന്നും അത് വർഗീയതയാണെന്നും വ്യാപകമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമുണ്ടായിരുന്നു. മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്
1948 ഈ പാർട്ടി സംഘടന നിർത്താൻ തീരുമാനിക്കുമ്പോ അതിനെ ചോദ്യം ചെയ്ത ആളുകളും ഈ കാരണം വെച്ചാണ് ചോദിച്ചത്. ഇന്ത്യയുടെ പുരോഗതി ഉണ്ടായാൽ ആ പുരോഗതി എല്ലാ സമൂഹങ്ങൾക്കും ഉയർച്ച ഉണ്ടാകുന്നത് പോലെ, വളർച്ച ഉണ്ടാകുന്നത് പോലെ മുസ്ലിം സമുദായത്തിനും അതനുസരിച്ചുണ്ടാകും എന്ന ചിന്തയും പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്.